അതായിരുന്നു എൻ്റെ ഈസ്റ്റർ. അദ്ദേഹത്തിന് പുതിയൊരു വെളിച്ചം കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കാനൊക്കെ ഇറങ്ങുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? വീടില്ലാതൊക്കെ വേണമെങ്കിൽ ജീവിക്കാം, വസ്ത്രമില്ലാതെ വേണമെങ്കിൽ ജീവിക്കാം, ഭക്ഷണമില്ലാതെ പോലും കുറച്ചൊക്കെ ജീവിക്കാം. പക്ഷെ ഒരു സ്വപ്നമില്ലാതെ എങ്ങനെ ജീവിക്കും? സ്വപ്നങ്ങളില്ലാതെ എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. സ്വപ്നങ്ങളാണ് നമ്മളെ ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. ആ സ്വപ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്താണെന്നറിയോ നിങ്ങൾ? എനിക്ക് പ്രവാസികളായ എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ഒരു പ്രവാസിയോട് എത്ര കാലമായി എന്ന് ചോദിച്ചാൽ അയാളിങ്ങനെ പറയും, 20 കൊല്ലമായി, 30 കൊല്ലമായി. സമ്പാദിച്ചോ എന്ന് ചോദിച്ചാൽ അയാൾ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. മക്കളെ കെട്ടിച്ചത്, അമ്മായിൻ്റെ കുട്ടിനെ കെട്ടിച്ചത്, അമ്മാവൻ്റെ പേരക്കുട്ടിയെ കെട്ടിച്ചത്. അയാൾ ഒരുപാട് ആളുകളെ കുറിച്ച് പറയും. അയാൾ മാത്രം ഉണ്ടാവില്ല, ആ മനുഷ്യൻ മാത്രമേ അതിലുണ്ടാവില്ല, അല്ലാത്തവരൊക്കെ ഉണ്ടാവും. ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തി 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 അങ്ങനെ ഉരുകി ഉരുകി 40-ൽ നിന്ന് 60-ലേക്കും, 60-ൽ നിന്ന് 70-ലേക്കും, 30-ൽ നിന്ന് 50-ലേക്കും, 40-ൽ നിന്ന് 60-ലേക്കും ഇങ്ങനെ സഞ്ചരിച്ചു. പ്രായം അങ്ങനെ കൂടി 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 ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്ക് അണഞ്ഞു പോവുകയും ചെയ്യുന്ന മെഴുകുതിരി പോലെ കുറച്ച് മനുഷ്യന്മാർ. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ ഗൾഫിൽ, രണ്ടാമത്തെ സഹോദരൻ്റെ നാട്ടിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും. ഒരുപക്ഷെ ഗൾഫിലുള്ള സഹോദരനേക്കാൾ ശമ്പളം വാങ്ങുന്നത് നാട്ടിലുള്ള ആളായിരിക്കും. എന്നാൽ ഒരു ആവശ്യം വന്നാൽ ആരുടെ പൈസക്ക് കാത്തിരിക്കും? ഗൾഫിലുള്ള ആളുടെ പൈസക്ക് കാത്തിരിക്കും. പത്തേമാരിയിൽ മമ്മൂട്ടി പറയുന്നുണ്ടല്ലോ, 10,000 റുപ്യ നാട്ടിലേക്ക് അയക്കുമ്പോഴേ നാട്ടിലുള്ള ആളുകൾ വിചാരിക്കുന്നത് 15,000 വാങ്ങിയിട്ട് 5 കയ്യിൽ പിടിച്ചിട്ട് അയാൾ ബാക്കി അയച്ചു എന്നാണ്. സത്യത്തിൽ 7,000 അയാൾ കിട്ടിയിട്ടുള്ളൂ, 3,000 കടം വാങ്ങിയാണ്. അടുത്ത ശമ്പളത്തിൽ തിരിച്ചു കൊടുക്കണം. വലിയൊരു സത്യമാണ്. നിങ്ങളെ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ടൊരു കാര്യമില്ലാന്ന്, നമുക്ക് വേണ്ടി ജീവിക്കണം. ഈ നിമിഷത്തെ ഇങ്ങനെ മനോഹരമാക്കണം. ഇന്നലകളിലും നാളെകളിലും അല്ല, ഇന്ന് ഈ ജീവിതം ഇങ്ങനെ ആനന്ദകരമായി ജീവിക്കണം. അതിൻ്റെ പേരാണ് ജീവിതം. സാധാരണ മനുഷ്യന്മാരൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്താണെന്നറിയോ നിങ്ങൾ? വരാനിരിക്കുന്ന എന്തോ ഒന്നാണ് ജീവിതം എന്നാണ്, അല്ലേ? നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുമോ? ഉപയോഗിക്കില്ല. ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് നമ്മൾ വിരിക്കുമോ? തൊട്ട് പോകരുതെന്നറിയാം ഉമ്മ. ഏറ്റവും നല്ല ടേബിൾ ഷീറ്റ് പോലും വിരിച്ചിട്ടുണ്ടാവില്ല. എന്ത് ചോദിച്ചാലും ഉമ്മ എന്താ പറയുക? ആരോ വരാനുണ്ട് എന്നാ പറയുക. ആരും വരാനില്ലാന്ന്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അതിഥി നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ചായയും കാപ്പിയും പിന്നെയും പിന്നെയും കുടിച്ചോളൂ. ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് ഉപയോഗിച്ചിട്ട് കിടന്നോളൂ. ഏറ്റവും നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിച്ചോളൂ. ഏറ്റവും ആനന്ദത്തോടെ ഈ നിമിഷത്തെ പിന്നെയും പിന്നെയും ആസ്വദിച്ചു ജീവിക്കൂ. വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ല, ഈ കഴിഞ്ഞു പോകുന്നതിൻ്റെ പേരാണ് ജീവിതം. പക്ഷെ അധികം മനുഷ്യന്മാരെങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾ? ഓർമ്മകളിൽ ഇങ്ങനെ സ്തംഭിച്ച് കിടക്കും, അല്ലേ? ഈ കുട്ടികൾ ഇത്രയും ഹാപ്പി ആവാനുള്ള കാരണം എന്താ? അവർക്ക് ഓർമ്മകളില്ല എന്നുള്ള. നിങ്ങൾ മിസ്റ്റർ ബീൻ കാണാറുണ്ടോ? മിസ്റ്റർ ബീൻ കാണുന്നവർക്കറിയാം, ആ മനുഷ്യൻ ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം അവിടുന്ന് വന്നതാണ്, സ്പേസിൽ നിന്ന് വന്നതാണ്, ഒരു കഥാപാത്രമാണ്. പക്ഷെ അദ്ദേഹം നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ജീവിതം ആസ്വദിക്കാതെ കരഞ്ഞിരിക്കുന്ന നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്ന മിസ്റ്റർ ബീൻ ഉണ്ട്. അയാളെ തന്നെ ഇങ്ങനെ അഭിനന്ദിക്കുന്നൊക്കെ കാണാം, ആൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ പലപ്പോഴും എങ്ങനെയാണെന്നറിയാം നിങ്ങൾ? നമ്മൾ കണ്ടുമുട്ടുന്ന അധിക മനുഷ്യന്മാരും ഒന്നുകിൽ ഇന്നലകൾ ജീവിക്കുന്ന ആളുകളാണ്, വേറെ കുറേ ആളുകൾ നാളുകളിലും ജീവിക്കുന്ന ആളുകളാണ്. ഇന്ന് ജീവിക്കുന്ന ആളുകൾ, ഇന്ന് ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. കുറേ ആളുകൾ ഇന്നലകളിലാണ്. ഇന്നലത്തെ കുറ്റബോധമോ പാപഭാരമോ ലജ്ജാഭാരമോ
സങ്കടങ്ങളൊക്കെ ആയിരിക്കും. വേറെ കുറേ ആളുകൾ എന്തേ കേൾക്കണില്ലേ? അത് കുഴപ്പമില്ല, കുട്ടികളുണ്ടായിക്കോട്ടെ. കുട്ടികളെ നമ്മൾ ഭംഗിയാണ്, കുട്ടികളെ ശബ്ദങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കണം. കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് അതല്ലേ ഹാപ്പിനെസ്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളോടൊക്കെ അവർക്ക് വെറുപ്പാവും. നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ കുട്ടികൾ മിണ്ടാതിരിക്കും. കാരണം അവർക്ക് മനസ്സിലായത് നമ്മൾ കൂടുമ്പോൾ അവർക്ക് മിണ്ടാൻ പാടില്ല. അപ്പോൾ അവർക്ക് നമ്മുടെ കൂട്ടായ്മകളോട് വെറുപ്പാണ് ഉണ്ടാവുക. വാപ്പ അങ്ങോട്ടാണോ പോകണം, അങ്ങോട്ട് എനിക്ക് താല്പര്യമില്ലെന്ന്. അപ്പോൾ അവരുടെ ജീവിതം ജീവിക്കട്ടെ, നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക, അത്ര ചെയ്യാനുള്ളൂ. അതന്നെ നമ്മൾ പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞത് ഇന്നലകളിലും നാളുകളിലും അല്ല, ഇന്ന് ഈ നിമിഷത്തെ ഇങ്ങനെ ആഘോഷിക്കാൻ നമുക്ക് പറ്റണം. ഫെസ്റ്റിവൽ ഓഫ് പ്രസന്റ് ടൈം. അതുകൊണ്ടാണ് ഖുർആനിൽ പറയുന്നുണ്ട്, നല്ല വിശ്വാസമുള്ള ആളുകൾക്ക് 2 കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഒരു വട്ടമൊന്നുമല്ല ഖുർആൻ പറഞ്ഞത്, 13 പ്രാവശ്യം പറഞ്ഞത്. എന്താണെന്നറിയോ? വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവർക്ക് പേടിയുണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല എന്നാണ്. പേടിയും സങ്കടവും. സങ്കടം നമുക്ക് ഇന്നലകളെക്കുറിച്ചാണ്, പേടിയോ നാളെകളെക്കുറിച്ചാണ്. നാളെകളെക്കുറിച്ചുള്ള പേടിയില്ല, ഇന്നലകളെക്കുറിച്ചുള്ള സങ്കടമല്ല. ഈ നിമിഷം എന്തൊരു ഹാപ്പിനെസ്സാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ നിമിഷം സങ്കടങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്ന കുറേ ഓർമ്മകളുണ്ട്. പക്ഷെ അതിൽ നമ്മൾ തങ്ങിപ്പോയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇമാം ഷാഫി എന്ന വലിയ പണ്ഡിതൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാഷെ ഒരുപാട് സങ്കടങ്ങളാണ്, വിഷമങ്ങളാണ്, ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പരിഹാരം വാക്ക് കൊണ്ടൊന്നും പറഞ്ഞു കൊടുത്തില്ല. അദ്ദേഹം ഇവനെയും കൊണ്ട് ഇങ്ങനെ നടന്നു, ഒരു പുഴയുടെ അടുത്ത് എത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അങ്ങോട്ട് നോക്ക്, പുഴ ഇങ്ങനെ ഒഴുകുന്ന കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ പാറക്കല്ല് കണ്ടോ? കാണുന്നുണ്ട്. അപ്പോൾ പുഴ എന്താ ചെയ്യുന്നത്? പുഴ പാറക്കല്ലിൻ്റെ 2 വശത്തുകൂടെ ഒഴുകിയിട്ട് പിന്നെയും ഒഴുക്ക് തുടരുന്നുണ്ട്. ഇതന്നെയാണ് നമുക്കും ചെയ്യാനുള്ളത്. പാറക്കല്ലുകളൊക്കെ ഉണ്ടാവും, അത് മാറ്റാനൊന്നും കഴിയില്ല, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്കെന്നാലും ഒഴുക്ക് തുടരണം. 2 വശത്തുകൂടെ ഒഴുകിയിട്ട് പിന്നെയും ഒഴുക്ക് തുടരടാ എന്നാണ് പറഞ്ഞത്. ഈ പാറക്കല്ലുകളാ സങ്കടങ്ങളൊക്കെ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ഈ വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. വാർത്ത കണ്ടോ നിങ്ങൾ? അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലു സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി. ഒന്ന് നേരെ തിരിച്ചു പറഞ്ഞു നോക്കൂ. അത് വെളിച്ചം ദുഃഖമാണുണ്ണി എന്നതൊന്ന് നേരെ തിരിച്ചു പറഞ്ഞു നോക്കൂ. ദുഃഖം വെളിച്ചമാണുണ്ണി. ദുഃഖമാണ് ശരിക്കും നമുക്ക് വെളിച്ചം തന്നത്, സന്തോഷങ്ങളൊന്നുമല്ല. നമ്മൾ അനുഭവിച്ച സങ്കടങ്ങളാണ് നമ്മളാക്കിയിട്ടുള്ളത്. അവിടെ സങ്കടങ്ങളാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് കൂടുള്ളവർക്കൊന്നുമില്ലാത്തൊരു കരുത്ത് ആർജിക്കുവാൻ നിങ്ങളിരിക്കുന്നുണ്ട്. കാരണം സങ്കടങ്ങളാണ് മനുഷ്യനെ പരുവപ്പെടുത്തിയത്. ടാഗോറിൻ്റെ ഒരു കവിതയുണ്ട്, ദൈവമേ സങ്കടങ്ങളൊന്നും എനിക്ക് തരല്ലേ എന്ന് ഞാൻ നിന്നോട് പറയൂല, നീ എന്ത് സങ്കടം തന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത് എനിക്ക് തരണേ എന്നാണ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുക. ആരാ പറഞ്ഞത്? ആരാണ്? ടാഗോർ. ആരായി ടാഗോർ എന്നറിയോ നിങ്ങൾക്ക്? 1902 ഭാര്യ കല്യാണം, മൃണാളിനി ദേവിയായിട്ട്. 1903 ആയപ്പോൾ കുട്ടിയുണ്ടായി. 1904 തുടക്കത്തിൽ കുട്ടി മരിച്ചു. 1907 അച്ഛൻ മരിച്ചു. 1914 മൃണാളിനി ദേവി എന്ന പ്രിയപ്പെട്ടവൾ കുറഞ്ഞ കാലത്തെ സ്നേഹം മാത്രം സമ്മാനിച്ച് അവളും മരിച്ചുപോയി. 1924 26 27 28 ജ്യേഷ്ഠന്മാരും അനുജന്മാരും ഒക്കെ മരിച്ചു. കൂടുള്ളവരൊക്കെ മരിച്ചു, ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്?
സങ്കടങ്ങളൊന്നും തരല്ലേ എന്നൊന്നുമല്ല. നീ തന്നോ, എത്ര വേണമെങ്കിലും തന്നോ, ആകെ നിൻ്റെ തീരുമാനമാണ്. ഞാൻ ഈ ലോകത്തേക്ക് വരണം എന്നതുപോലും നിൻ്റെ തീരുമാനമാണ്, എൻ്റെ തീരുമാനം ഒന്നുമല്ലല്ലോ. അപ്പം ഞാനിവിടെ എന്ത് അനുഭവിക്കണം എന്നുള്ളത് നിൻ്റെ തീരുമാനമാണ്. അതൊക്കെ ഇങ്ങോട്ട് തന്നോ. പക്ഷെ എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, എത്ര വലിയ സങ്കടങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത്, ഭയമില്ലാത്ത മനസ്സ് എനിക്ക് തരണേ എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇതാണെന്ത്? ദുഃഖം വെളിച്ചമാണുണ്ണി. ദുഃഖമാണ് വെളിച്ചം. നിങ്ങൾ നബിയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഹബീബായ റസൂൽ. സങ്കടങ്ങൾ മാത്രമാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത സങ്കടങ്ങൾ. ഒരാളുടെ സങ്കടം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതുപോലൊരു സങ്കടം ഇയാൾ അനുഭവിച്ചിരിക്കണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു സങ്കടം ഒരാളോട് പറയുമ്പോഴേ അയാൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതുപോലൊരു സങ്കടം അയാൾ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അയാൾക്കത് വെറും സ്റ്റോറീസ് മാത്രമേ. അതാണ്. ഉമ്മ മരിച്ചതിൻ്റെ സങ്കടം ഒരുപാട് ആളുകൾ പറയണതും എഴുതിയതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ സങ്കടം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഉമ്മ മരിച്ചപ്പോഴാണ്. 2013 ഓഗസ്റ്റ് 28-നാണ്. വാപ്പ മരിച്ചതിൻ്റെ സങ്കടം ഒരുപാട് ആളുകൾ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സങ്കടം എന്താണ്, ഈ വാപ്പ മരിച്ചാലുള്ള അനുഭവം എന്താണ്, അനാഥത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് 2015 ജൂൺ 12-നാണ്. ഒരു സഹോദരൻ മരിച്ചാലുള്ള സങ്കടം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് 2006 മെയ് 30-നാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലില്ലേ ഇങ്ങനെ കുറേ ഡേറ്റ് ഇല്ലേ? അന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? നമ്മളെയാണ് മനസ്സിലായത്. അതാണ് ഈ ദുഃഖം വെളിച്ചമാണ് എന്ന് പറയുന്നത്. സന്തോഷം ഒന്നും തരുന്നില്ല, സങ്കടങ്ങൾ നമ്മളെ ഇങ്ങനെ ശക്തമാക്കുക ചെയ്യുന്നു. ഒരു ചെറിയ വിത്ത് കുഴിച്ചിടണം എന്നുണ്ടെങ്കിൽ പോലും മണ്ണൊന്ന് ഇളക്കി മറിക്കണ്ടേ, വേണ്ടേ? എന്നാലല്ലേ വിത്ത് കുഴിച്ചിടാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പടച്ചോനിങ്ങനെ വിത്ത് കുഴിച്ചിടണം എന്നുണ്ടെങ്കിൽ ഈ മണ്ണൊന്ന് ഇളക്കി മറിക്കണം. അതിനാണ് ഈ വേദനകൾ, സങ്കടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയണത്. ഒരു ചെടിയെ ഒരു കർഷകനിങ്ങനെ ബഡ് ചെയ്യണ സമയത്ത്, പ്രൂൺ ചെയ്യണ സമയത്ത് ചെടി എന്താ വിചാരിക്കുന്നത്? എന്നെ അവിടെ ഇവിടെയൊക്കെ മുറിക്കുകയാണല്ലോ എന്നാണ് വിചാരിക്കുന്നത്. കർഷകൻ എന്താ വിചാരിക്കുന്നത്? ആ ചെടിയെ വളർത്തുക എന്നാണ് വിചാരിക്കുന്നത്. മുമ്പുള്ളതിനേക്കാൾ ഭംഗിയായി ഇനി ആ ചെടി വളരും. ഇതാണ് സങ്കടങ്ങൾ. അപ്പം നമ്മുടെ സങ്കടങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, പക്ഷെ നമുക്ക് ജീവിക്കണം. നമുക്ക് ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റണം. ആ സന്തോഷത്തെയാണ് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടത്. എന്താണെന്നറിയോ നിങ്ങൾ? അത് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന ഒന്നല്ല, അകത്തുനിന്ന് പുറത്തേക്ക് പോകേണ്ട ഒന്നാണ്.